പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ വിധി പ്രസ്താവം തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി മറ്റന്നാളത്തേക്ക് മാറ്റി. പ്രണയപ്പകയെ തുടർന്ന് മാനന്തരി സ്വദേശി ശ്യാംജിത്ത് 2022 ഒക്ടോബർ 22-നാണ് വീട്ടിൽ കയറി വിഷ്ണുപ്രിയയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. സജോ ദേവസ്വം നൽകും കണ്ണൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. സജോ, ഇന്ന് വിധി പ്രസ്താവം പ്രതീക്ഷിതമാണ് ഈ കേസിൽ, പക്ഷേ അത് മറ്റന്നാളത്തേക്ക് മാറ്റി. കോടതിയിൽ നിന്ന് ഇന്ന് എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശങ്ങൾ ഉണ്ടായോ? പ്രജിൻ, ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടായില്ല. മറ്റന്നാളത്തേക്ക് വിധി പ്രസ്താവം മാറ്റുകയാണ് ചെയ്തത്. ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രണയപ്പകയെ തുടർന്ന് അരങ്ങേറിയ അതിനിഷ്ഠൂരമായ കൊലപാതകമാണ്. 35 ദിവസത്തിനകം കുറ്റപത്രവും 15 മാസത്തിനകവും വിചാരണയും പൂർത്തീകരിച്ച കേസാണ്. പ്രണയം തകർന്നതിന്റെ പകയിൽ വിപുലമായ ആസൂത്രണം നടത്തി പ്രതി മാനന്തേരി സ്വദേശിയായ ശ്യാംജിത്ത് 23-കാരിയായ വിഷ്ണുപ്രിയയെ പാനൂർ വള്ളിയായിലെ വീട്ടിനകത്ത് അതിക്രമിച്ചു കയറി അതിനിഷ്ഠൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പ്രതി നടത്തിയ ആസൂത്രണം, ഒപ്പം ഇത് കൊലപാതകത്തിന്റെ ക്രൂരത ഇവയെല്ലാം പരിഗണിച്ച് പരമാവധി ശിക്ഷ തന്നെ നൽകണം എന്നതാണ് പ്രോസിക്യൂഷന്റെ പ്രധാനപ്പെട്ട വാദം. ശാസ്ത്രീയ തെളിവുകളും ഒപ്പം 13 സെക്കൻഡ് വീഡിയോ ദൃശ്യവുമാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട തെളിവ്. ഒപ്പം കൊല നടത്തുന്ന സമയത്ത് കൊലപാതകിയെ വീഡിയോ കോളിലൂടെ കണ്ട വിഷ്ണുപ്രിയയുടെ സുഹൃത്തിന്റെ സാക്ഷിമൊഴിയും പ്രധാനമാണ്. ഒപ്പം ഈ കേസിലെ ആയുധങ്ങളെല്ലാം വീണ്ടെടുക്കാനായിരുന്നു. 29 മുറിവുകൾ വിഷ്ണുപ്രിയയുടെ ശരീരത്തിലുണ്ടെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിൽ 19 മുറിവുകൾ മരണത്തിന് മുൻപും 10 മുറിവുകൾ മരണത്തിന് ശേഷവുമാണ്. അത്രയും ക്രൂരമായ അതിക്രമം പ്രതി നടത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ശാസ്ത്രീയ തെളിവുകളൊക്കെ കുറ്റപത്രത്തിന്റെ ഭാഗമായി മികച്ച രീതിയിൽ തന്നെ ഉൾപ്പെടുത്താൻ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ എവിഡൻസും എല്ലാം കൃത്യമായി കുറ്റപത്രത്തിന്റെ ഭാഗമായി സമർപ്പിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ വിധി പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. ഏതായാലും മറ്റന്നാൾ ഈ കേസിലെ നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടാവുകയും ചെയ്യും. സജോ, തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട് കണ്ണൂരിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.